ഷാഫി പറമ്പിലിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ലായിരുന്നു എന്ന് വിചാരിക്കുക. അതുണ്ടാക്കാൻ പോകുന്ന ഒരു സാമൂഹിക ചർച്ച എന്താ? ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നുള്ള ഒരാളെ പോലും സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ശ്രീ സേനാപതി വേണു, ഷാഫി പറമ്പിൽ വന്നതോടെ ആ സമുദായത്തിന്റെ പ്രാതിനിധ്യവും ഉറപ്പിക്കാനായി ഒരു യുവ നേതാവ് പോരിനിറങ്ങുന്നു എന്നതും ഉറപ്പിക്കാനായി വലിയൊരു നേട്ടമാണ്. അല്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ ഷാഫി വന്നുണ്ടാക്കിയ മുന്നേറ്റം കെ മുരളീധരൻ അവിടെ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഷാഫി വന്നപ്പോൾ മറ്റു മണ്ഡലങ്ങളിൽ UDF-നുണ്ടായ നേട്ടം കെ മുരളീധരൻ വടകരയിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ ഉണ്ടാകുമായിരുന്നു എന്നാണ്. അല്ല, അതിപ്പോ ആ സ്ട്രാറ്റജി നമ്മുടെ ബഹുമാന്യായ MLA ശ്രീ പാറക്കൽ അബ്ദുള്ള അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അവിടെ വടകരയിൽ മത്സരിക്കേണ്ടിയിരുന്നത് ശ്രീ കെ മുരളീധരൻ ആയിരുന്നു എന്നുള്ളത്. മുരളീധരൻ മത്സരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. കാരണം അദ്ദേഹം അവിടുത്തെ സിറ്റിംഗ് MP ആയിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു ബന്ധവും ഒരു കാര്യങ്ങളും. ഇത് വളരെ പെട്ടെന്ന് ഷാഫിയുടെ ഒരു വരവും അതിന്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് വേറൊന്നായി. മറിച്ച് മുരളീധരനാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത് മറ്റൊരു രീതിയിലാകുമായിരുന്നു. അത് നിശ്ചയമായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഒരു വോട്ടിങ്ങിന്റെ നിലയൊക്കെ കണ്ടത് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ശരി. അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമുണ്ട്. ഞാൻ അതിനു മുമ്പ് ബഹുമാന്യായ ശ്രീ ജോസൂട്ടി ഇവിടെ പറഞ്ഞതിന് ഒരു വിരുദ്ധമായ ഒരു അഭിപ്രായം. അദ്ദേഹം പറഞ്ഞത് ഇടതുപക്ഷത്തിന് ഈ പറയുന്ന പോലെ തിരിച്ചടികളൊന്നും കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല. ഇതൊരു തുടക്കമല്ല തകർച്ചയുടേതെന്നാണ് പറഞ്ഞത്. അതെ. അപ്പം അല്ല, ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിലൂടെ സംഭവിച്ചിരിക്കുന്ന നഷ്ടം എന്തെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ സ്പേസ് കേരള രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ടിരിക്കുക. നമ്മൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം ഒരു 2 മിനിറ്റ് തന്നാൽ പരിശോധിച്ചാൽ എൻ്റെയറായി പാർലമെന്റ് സീറ്റുകൾ ഏതെങ്കിലും ഒരു മുന്നണിയിലേക്ക് പോയ 2 ഘട്ടം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ ഉണ്ടായത്. ഒന്ന് 2004 ഞങ്ങൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അന്ന് PC ജോർജ് സാർ ഞങ്ങളുടെ കൂടെ ഉള്ളതാണ്. ഞങ്ങൾക്ക് ആകെ കിട്ടിയ സീറ്റ് പൊന്നാനിയിൽ അഹമ്മദ് സാഹിബാണ്. മൂവാറ്റുപുഴയിൽ PC തോമസ് മത്സരിച്ച് ജയിക്കുന്നു. ബാക്കി മുഴുവൻ സീറ്റുകളും 18 സീറ്റുകളും ഏകപക്ഷീയമായി ഇടതുപക്ഷത്തിന് പോയൊരു കാലം എന്ന് പറയുന്നത് 2004. അതിനുശേഷം 15 കൊല്ലത്തിന് ശേഷമാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഏകപക്ഷീയമായി 18 സീറ്റുകൾ കിട്ടുകയും 19 സീറ്റുകൾ കിട്ടുകയും ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് മാത്രമാവുകയും ചെയ്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്. പക്ഷെ നമ്മൾ നോക്കുക, 5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും 2019 തനി ആവർത്തിക്കുക. 2004 പ്രത്യേക കാരണമുണ്ടായിരുന്നു, 2019 പ്രത്യേക കാരണമുണ്ടായിരുന്നു. ഒരു പ്രത്യേക കാരണവുമില്ലാതെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും ഇപ്പോ ഇത് മന്ത്രി എന്താ പറഞ്ഞ നമ്മൾ ആലത്തൂരിൽ ജയിച്ച കെ രാധാകൃഷ്ണൻ, അദ്ദേഹം ഇടുക്കി ജില്ലക്കാരനാണ്. ഇടുക്കിയില് നമ്മുടെ എന്താ പറയുക അപ്പുറത്തുനിന്ന് പോയിട്ടുള്ള ആളാണ്, സാധുവായ മനുഷ്യൻ, എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഒരു വ്യക്തി പ്രഭാവം കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ആലത്തൂരിൽ ജയിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് വിക്ടോറിയ കോളേജിന്റെ ഗവൺമെന്റ് കോളേജിന്റെ പ്രിൻസിപ്പാൾ ആയിരുന്ന ടീച്ചർ മത്സരിച്ചപ്പോൾ ടീച്ചറിന് കിട്ടിയിരിക്കുന്ന വോട്ടിന്റെ ഒരു അധികവും കൂടിയാണ് ഞങ്ങൾക്ക് ആലത്തൂരിൽ ഉണ്ടായ തിരിച്ചടി. ഞാൻ അതിനെക്കുറിച്ചല്ല ഞാൻ പറയാം. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഭാഗ്യം കൊണ്ടൊരു സ്ഥാനാർത്ഥി ജയിച്ചു എന്നുള്ളതല്ലാതെ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്പേസ് സമ്പൂർണമായി 8 കൊല്ലം ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടിക്ക് ഒരു MBA, അതായത് ഒരു 2000 അല്ല ഒരു 25,000 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു MBA ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അത് കേരളത്തിൽ CPM ഉണ്ടായിരിക്കുന്ന ഒരു നഷ്ടം. ഒരുപക്ഷെ നമ്മൾ ഓർക്കുന്നത് 84 ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഈ ഇടതുപക്ഷത്തിന് സ്പേസ് ഉണ്ടായി. മാവേലിക്കരയിൽ നിന്ന് തമ്പാൻ തോമസ്, കോട്ടയത്ത് PC ജോർജ് സാറിന്റെ ഒക്കെ നേതാവ് സ്കറിയ തോമസിനെ തോപ്പിച്ചുകൊണ്ട് സുരേഷ് കുറുപ്പ്, വടകരയിൽ KP ഉണ്ണികൃഷ്ണൻ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. ഇന്ദിരാഗാന്ധി മരിച്ച് ഞങ്ങൾ 404 സീറ്റ് ദേശീയ തലത്തിൽ നേടിയ തെരഞ്ഞെടുപ്പിൽ പോലും ഇടതുമുന്നണിക്ക് കേരളത്തിൽ സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പൊ 8 കൊല്ലം ഭരണം നടത്തുന്ന ഇടതുമുന്നണിയുടെ സ്പേസ് കേരളത്തിൽ പോയി. ഇടതുമുന്നണി തിരിച്ചറിയണം. ഇടതുമുന്നണി ഇത് ബംഗാളിന്റെ തുടർച്ചയാണ്, ഒരു സംശയവും വേണ്ട. അത് ഇടതുമുന്നണി തിരിച്ചറിയണം. കാരണം ഒരു പാർലമെന്റ് അംഗത്തെ പോലും ജയിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ആറ്റിങ്ങലിൽ ഇവർ വലിയ പോരാട്ടമൊക്കെ നടത്തിയില്ലേ? പോരാട്ടം നടത്തി അവസാനം അടൂർ പ്രകാശ് B ജോയിയിൽ നിന്ന് 1716 വോട്ട് 1700 സംതിങ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഉണ്ടായിരിക്കുന്ന തിരിച്ചടി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ സ്പേസ് സമ്പൂർണമായി കേരളത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരത് തിരിച്ചറിയണം.